കൊല്ലത്ത് UDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ കാർ ഇടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്തു. കാർ ഓടിച്ച ദേവനന്ദനെതിരെയാണ് കേസെടുത്തത്. 4 KSU പ്രവർത്തകരാണ് കാറിലുണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണനായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണനായർ, ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ളതാണ് കാർ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ പോലീസ് നടത്തുന്നുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണമോ മറ്റോ? അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് RC ബുക്ക് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബുക്ക് ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോകുക. എന്തായാലും കാർ ഓടിച്ച ആൾക്കെതിരെയാണ് ആദ്യ നിയമപ്രകാരം കേസെടുക്കാനാവുക. ആ നടപടിയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ളത്. കാർ ഓടിച്ച നെയ്യാറ്റിൻകര സ്വദേശി ദേവനന്ദനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ ദേവനന്ദൻ അടക്കം 4 KSU പ്രവർത്തകരായിരുന്നു കാറിലുണ്ടായിരുന്നത്. മറ്റ് നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. കാര്യം 13 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. അവർ ആ കാറ് അമിത വേഗത്തിൽ, CCTV ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും, കാർ അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ അഷ്ടമുടി കായലിലേക്കാണ് ഈ 2 കുട്ടികളും തെറിച്ചു വീണത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുകയും കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിൽ ഒരു കുട്ടിയുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് ഇപ്പോഴും ആ കുട്ടി ഉള്ളത്. അപ്പം ഇന്നലെ രാത്രി ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കുട്ടികളുടെ ചികിത്സാ ചിലവടക്കമുള്ള കാര്യങ്ങൾ വഹിക്കുമെന്ന് ബിന്ദു കൃഷ്ണ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അമിത വേഗമായിരുന്നു അപകടത്തിന് കാരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് റോഡിനോട് ചേർന്നുള്ള കടകളിലെ CCTV ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇതിൽ ഒരു പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വൈകുന്നേരം കൊല്ലത്ത് അവസാനിച്ചതിന് ശേഷം കൊല്ലം മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ പ്രചരണ വാഹനം നിയന്ത്രണം വിട്ട് ഓടിച്ച് 2 കുട്ടികൾക്ക് മാരകമായി പരിക്കേൽക്കുകയുണ്ടായി. ബസ് സ്റ്റാൻഡിന് സമീപം ലിങ്ക് റോഡിൽ വെച്ച് നിയന്ത്രണം വിട്ട് വന്ന UDFന്റെ വാഹനം റോഡിലൂടെ ഹോക്കി സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് കഴിഞ്ഞ് നടന്നു വന്ന ധനലക്ഷ്മി 16 വയസ്സ്, ചിന്നുലക്ഷ്മി 13 വയസ്സ് എന്നീ കുട്ടികളെ ഇടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത്. ഇടിയുടെ ആഘാതം കൊണ്ട് കൈവരി തകർന്ന് കുട്ടികൾ കായലിൽ വീഴുകയാണുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4-5 പേർ വെള്ളത്തിൽ വീണ കുട്ടികളെ രക്ഷിക്കാൻ തയ്യാറായില്ല. നാട്ടുകാർ ഇടപെട്ടാണ് കുട്ടികളെ കരയ്ക്കെടുത്തത്. ഒരാളിനെ പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിന് തയ്യാറായിട്ടില്ല. ഈ നിലയിലുള്ള സംഭവത്തിൽ അതിശക്തിമത്തായ പ്രതിഷേധം LDF കൊല്ലം ജില്ലാ കമ്മിറ്റി രേഖപ്പെടുത്തുകയാണ്. ബാക്കിയുള്ള കുറ്റവാളികളെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. ശക്തമായ നിയമ നടപടി ഉണ്ടാകണം. ഈ നിലയിലുള്ള സംഭവങ്ങൾ നാട്ടിൽ മേലിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സംഭവത്തിൽ അതിശക്തിമത്തായ ജനകീയ രോഷം ഉയർന്നു വരേണ്ടതുണ്ട്. കുട്ടികൾ കൊല്ലം മെഡിസിറ്റിയിൽ അതീവ ജാഗ്രതയോടുകൂടിയുള്ള ചികിത്സയ്ക്ക് ഇപ്പോൾ വിധേയമായിരിക്കുകയാണ്.